വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അരുളിച്ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? വചന വിചിന്തനം. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചും കുരിശിനെ ആശ്ലേഷിക്കുന്നതിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചും യേശു നൽകുന്ന പാഠമാണ് ഇന്നത്തെ സുവിശേഷം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ക്ഷണം നൽകുന്നു. തന്നെ പിന്തുടരുന്നതിന് കാഴ്ചപ്പാടുകളിലും മുൻഗണനകളിലും സമൂലമായ മാറ്റം ആവശ്യമാണെന്നും ദിവസേന ഒരുവൻ്റെ കുരിശ് എടുക്കേണ്ടതാണെന്നും ഒരുവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും യേശു പറയുന്നു. ശിഷ്യത്വം കേവലം വിശ്വാസത്തിൻ്റെ ഒരു തൊഴിലല്ല, അത് നമ്മുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും സമ്പൂർണ്ണ സമർപ്പണമാണ്. യേശുവിനെ അംഗീകരിക്കുക എന്നത് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും അനുഭവിക്കുന്നതിന് തുല്യമാണ്. യേശുവിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും എന്ന വചനത്തിലൂടെ വ്യക്തിപരമായ നേട്ടങ്ങൾ തേടുന്ന നമ്മുടെ സാംസ്കാരിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ശാശ്വത മൂല്യത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ക്രിസ്തുവിന് വേണ്ടി ലൗകിക നേട്ടം ത്യജിക്കുന്നത് യഥാർത്ഥ നേട്ടമാണെന്ന് വചനം മുന്നറിയിപ്പ് നൽകുന്നു. ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ഈ വചനഭാഗം നമുക്ക് ധൈര്യവും ബോധ്യങ്ങളും നൽകുന്നതാകട്ടെ. സമൃദ്ധവും ശാശ്വതവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതാകട്ടെ.